ഹലോ, ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. റൈഡിംഗ് റിപ്പോർട്ടിന്റെ മറ്റൊരു അധ്യായം തുടങ്ങുകയാണ്. ഒരുപാട് പുതിയ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചും മൺസൂൺ കാലത്ത് പോകാൻ ഏറ്റവും സൗകര്യമുള്ള ഏറ്റവും മനോഹരമായ ചിലയിടങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നേരെ യാത്രയിലേക്കാണ്. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ട്. നമുക്ക് നേരെ തൊടുപുഴയ്ക്ക് പോവാം. തൊടുപുഴയ്ക്കടുത്ത് അധികം ആർക്കും അറിയാത്തൊരു കിട്ടിലൻ വ്യൂ പോയിന്റ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ഉൾപ്പെടെ എളുപ്പം ഓടിയെത്താവുന്ന ഉറവപ്പാറയിൽ അവിടെ കയറി കഴിഞ്ഞാൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ അതിമനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മുൻപ് ഉറവപ്പാറ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വിശ്വാസികൾ എത്തിയിരുന്ന സ്ഥലമാണ്. എന്നാൽ ഇന്ന് ടൂറിസം മാപ്പിൽ ഇടം പിടിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഉറവപ്പാറ ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമായി മാറുന്നുണ്ട്. ആ കാഴ്ചയിലേക്കാണ്. പൊതുവെ മധ്യ കേരളത്തിൽ ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തിരഞ്ഞെടുക്കുക ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് മേഖല തന്നെയായിരിക്കും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക. മൂന്നാർ, വാഗമൺ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. എന്നാൽ തൊടുപുഴയ്ക്കടുത്ത് വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരിടമായി മാറുന്ന സ്ഥലമുണ്ട്, ഉറവപ്പാറ. അങ്ങോട്ടേക്ക് എത്തിയാൽ വിദൂര കാഴ്ചകളുടെ ഭംഗി ആസ്വദിക്കാം, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. പ്രേക്ഷകർക്കും അതിൻ്റെ അനുഭവം കാണിച്ചു തരികയും ചെയ്യാം. തൊടുപുഴയിൽ നിന്ന് മുട്ടം റൂട്ടിൽ ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒളമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഉറവപ്പാറയിലേക്ക് കയറി പോകുന്നത്. ഒളമറ്റത്ത് നിന്ന് പോകുമ്പോൾ ഒരു അല്പം സാഹസികത നിറഞ്ഞ വഴിയിലൂടെയൊക്കെ വേണം പോകാൻ. അങ്ങനെ പാറകളൊക്കെ ചാടി 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 നമ്മൾ ഉറവപ്പാറയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തി നമ്മൾ ചുമ്മാ ഏത് സൈഡിലേക്ക് നോക്കിയാലും എന്ത് രസമുള്ള കാഴ്ചയാണെന്ന് അറിയാം. നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയ ഒരിടം, നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാം. വളരെ അടുത്ത കാലത്താണ് ഉറവപ്പാറ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറുന്നത്. അതിനു മുമ്പ് വരെ ഇവിടുത്തെ ക്ഷേത്രമാണ് ഈ സ്ഥലത്തേക്ക് ആളുകളെ എത്തിച്ചിരുന്നത്. അത് ഭക്തരായിരുന്നു. പിന്നീട് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കൂടുതൽ സജീവമായി. അതിനുശേഷം റീൽസിലൂടെ കണ്ട ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത് ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇവിടെ റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഫെസിലിറ്റീസ് കൂടി ഒരു ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ആളുകളുടെ വരവും കൂടുതലാണ്. ആദ്യം നമ്മുടെ ഉറവപ്പാറ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനങ്ങളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടെ കോളനിയിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റോഡ് വരികയും അതിനുശേഷം ഞാനൊരു ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങുകയും ചെയ്തു. അത്യാവശ്യം അതിൻ്റെ വീഡിയോ ഒക്കെ കുറേ പോപ്പുലറായിട്ടുണ്ട്. അതുവഴി ഈ പാറയിലും നല്ല ജനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് വൈകുന്നേരം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളിലൂടെയുണ്ട്. മുൻപ് ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് വരാൻ ഒരു തടസ്സമായിട്ട് നിന്നിരുന്നത് ഇവിടെ എത്തിപ്പെടാനുള്ള വഴിയായിരുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ആ വഴി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചെങ്കുത്തായ കയറ്റമാണ്. പക്ഷേ ഇതുപോലൊരു വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ ചെങ്കുത്തായ കയറ്റമൊക്കെ കയറി ഒരു അഡ്വഞ്ചർ ട്രിപ്പ് അങ്ങനെ വേണമല്ലോ വരാൻ. അത് ആസ്വദിച്ച് എന്തായാലും സഞ്ചാരികൾ ഇഷ്ടംപോലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്പലത്തിന് എതിർവശത്തുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ സൂര്യാസ്തമയമൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക. വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ ചെമ്മാനം തന്നെയാണ്. സൂര്യാസ്തമയത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ഉറവപ്പാറ മലമുകളിൽ നിന്നാൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിന് നൽകുന്ന ഒരു കുളിർമ, അത് വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര അറിയപ്പെടാത്തൊരു സ്ഥലം കൂടുതൽ അറിയപ്പെടുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ മനോഹരമായിട്ടുള്ള അനുഭവം കൂടി സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഞങ്ങളുടെ ഫ്രണ്ട് ഇതുപോലെ ബസ്സിൽ പോയപ്പം ഇവിടുത്തെ ഒരു വ്യൂ കണ്ടിരുന്നു. അപ്പം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല ഒരു വ്യൂ ഉണ്ട്. മുകളിൽ വന്നപ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അമ്പലമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വ്യൂ അത്യാവശ്യം നല്ലതാണ്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കരിങ്കൽ താഴ്വാരം ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ രണ്ട് കാഴ്ചകളാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത്. ഒന്നാമത്തേത് ദാ ഈ കാണുന്ന വറ്റ കുളമാണ്. ഭീമൻ്റെ കാൽ പതിഞ്ഞുണ്ടായ കുളം എന്നാണ് ഒരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഈ കുളത്തിൻ്റെ പേര് ഭീമപാദ തീർത്ഥക്കുളം എന്നാണ്. രണ്ടാമത്തെ കാഴ്ച ദേ കാണുന്ന 3 കല്ലുകൾ കണ്ടോ, അതാണ് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്തിരുന്ന അടുപ്പ് എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും ഈ 2 കാഴ്ചകളാണ് അമ്പലത്തിന് തൊട്ട് ചേർന്ന് ഉള്ളത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവവും ഇവിടുത്തെ ആചാരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിന്, ഈ പാറയ്ക്ക് ഉറവപ്പാറ എന്ന പേര് വരാൻ കാരണം. ഈ പൂയനാളും ഇവിടുത്തെ പ്രധാന ഉത്സവവും വെളുത്തവാവും കൂടെ ഒന്നിച്ചു വരുന്ന പ്രത്യേക സുദിനങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രഭാത അഭിഷേക സമയത്ത് ഈ മലയുടെ അടിവാരത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഏതാനും നിമിഷം നേരത്തേക്ക് തീർത്ഥം വരുന്ന ഒരു ഇതുണ്ട്. എന്തായാലും ഉറവപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ കാഴ്ചകൾ എത്ര കണ്ട് ആസ്വദിച്ച് തന്നെ മടങ്ങാം. ഒരു നഷ്ടവും ഉണ്ടാവില്ല. തൊടുപുഴയ്ക്കടുത്തുള്ള ഉറവപ്പാറയിലേക്ക് എല്ലാവർക്കും ധൈര്യമായി തന്നെ വണ്ടി കയറാം. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പോൾ തൊടുപുഴയിലെ ഉറവപ്പാറയുടെ ദൃശ്യങ്ങൾ മനോഹരമായിട്ടുണ്ടല്ലേ. ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് നമ്മുടെ നാടാണ്, ഇടുക്കിക്കാരൊക്കെ പറയുന്നു അങ്ങോട്ട് വരാൻ. ഒരുപാട് പേര് പറയുന്നു പാട്ട് പാടണം എന്ന് പറയുന്നു. പാട്ട് പാടാം. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അത് കണ്ട ശേഷം നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് പാട്ട് പാടാം. പിന്നെ എന്താണ്, എൻ്റെ യാത്ര എന്ന ആഗ്രഹം റൈഡിംഗ് റിപ്പോർട്ടിലൂടെ കാണാം, അല്ലാതെ എന്ത് ചെയ്യുമെന്ന് മിനി ബാബു പറയുന്നു. താങ്ക് യു 24 മനോഹരമായ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതിന്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് പോയി കാണാം. ചുറ്റുവട്ടവുമുള്ള നമ്മൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മനോഹരമായ സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളെല്ലാം തന്നെയാണ് റൈഡിംഗ് റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പത്തനംതിട്ടയിൽ അടവി കുട്ടവഞ്ചി എല്ലാവർക്കും സുപരിചിതമാണ്. കുട്ടവഞ്ചി ഇക്കോ ടൂറിസം കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അടവി വന്യതയാലും മനോഹരമാണ്. കുട്ടവഞ്ചി അല്ലാതെ അടവിയിൽ എന്തു കാണാനുണ്ട് എന്നതാണ് സ്വാഭാവികമായും ഉയരുന്ന മറ്റൊരു ചോദ്യം. പത്തനംതിട്ട ടീം ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടുമായി അടവിയിലേക്കാണ് എത്തുന്നത്. എന്തൊക്കെ പുതിയ കാഴ്ചകളുണ്ട് എന്ന് നോക്കാം അടവിയിൽ. അടവിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നല്ല രസകരമായ കുറേ കാഴ്ചകൾ അടവിയിൽ നമുക്ക് കാണാനുണ്ട്. ആരണ്യകം ഒരു വന കഫേയാണ്. അവിടെയും കുറേ കാഴ്ചകളുണ്ട്. ഇത് കൂടാതെ തൊട്ടടുത്ത ബാംബു ഹട്ടിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പത്തനംതിട്ടയിലെ കോന്നിയിലെ മനോഹരമായ സ്ഥലമാണ് അടവി. ഒട്ടേറെ കാഴ്ചകൾ അടവിയിലുണ്ട്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് അവിടുത്തെ വൈബുള്ള വനത്തിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അടവി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ 24 അടക്കം മുൻപ് ചെയ്തിട്ടുള്ള ഇക്കോ ടൂറിസം കുട്ടവഞ്ചി കേന്ദ്രത്തെക്കുറിച്ചുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനാകും. എന്നാൽ കുട്ടവഞ്ചി എന്ന അനുഭവം മാത്രമല്ല അടവിയുടെ പേരിനൊപ്പം ചേർത്ത് വെക്കേണ്ടത്. കല്ലാറിന്റെ തീരത്തും ഇടതൂർന്ന വനങ്ങൾക്കുമിടയിലും കാഴ്ചകൾ സഞ്ചാരികളെ മാടി വിളിക്കും. അടിപൊളി നല്ല സ്ഥലമാണ്. ഇവിടെ ആനക്കോട്ടി പോയിട്ട് വരുന്ന വഴിയാ. ഞങ്ങളിവിടെ അടുത്ത് താമസിക്കുന്നവരാണെങ്കിലും ഞങ്ങളിത് അങ്ങനെ ഇതിലൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒന്നും ഒത്തിട്ടില്ല. എല്ലാവരും സൂക്ഷിക്കണം, അത്യാവശ്യമാണ്. വെള്ളം കൂടുന്ന സമയത്ത് വെളിയിൽ ആറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല. നല്ല രസമുണ്ട്.
ഇതാ കണ്ടില്ലേ, കല്ലാറിൻ്റെ മനോഹര തീരത്താണുള്ളത്. അതായത് കല്ലാറിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന് മുകളിൽ ഉള്ള ഒരു ഹട്ടിൽ ഇതുപോലെ 4 ഹട്ടുകളാണുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, വനം വകുപ്പിൻ്റെതാണ്. ഇവിടെ ഒരു ദിവസം താമസിക്കാൻ 3000 മുതലാണ് ചിലവ്. ഒരു ദിവസം താമസിക്കാൻ പൂർണ്ണമായും 3000 രൂപയാണ് ചിലവ്. വലിയ റേറ്റ് ഒന്നുമില്ലാതെ ആ ഒരു റേഞ്ചിൽ നമുക്കിവിടെ താമസിച്ച് അടിച്ചു പൊളിച്ച് ഉല്ലസിച്ച് പോകാം. വനത്തിൻ്റെ വന്യമായ സൗന്ദര്യം, വന്യമൃഗങ്ങൾ, ഇത് കൂടാതെ കല്ലാറിൻ്റെ കുളിർമയും. ഇവിടെ നിൽക്കുന്ന സമയത്ത് വലിയ വൈബാണ്. അത് രാത്രികാലങ്ങളിൽ AC പോലും വേണ്ട നല്ല തണുപ്പാണ്, കൂളിംഗാണ്. ഈ ഒരു മേഖല പൂർണ്ണമായി വനത്താലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പോലും മനസ്സിന് വലിയ കുളിർമയും സന്തോഷവും തോന്നും. മൊബൈൽ ഫോണൊന്നും നോക്കാൻ നമുക്ക് തോന്നില്ല. ഇവിടെ TV ഒക്കെ എല്ലാ മുറികളിലും ഉണ്ട്. അതുപോലും ആരും നോക്കാറില്ല. പാട്ടൊക്കെ പാടി അങ്ങനെ രാത്രി ഇവിടെ നിൽക്കുകയാണ് പതിവെന്നാണ് സ്വാഭാവികമായി ഇവിടെ വന്നിരുന്ന ആളുകൾ പൂർണ്ണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത ഒരു ആരണ്യം കഫേയിലെ ചേച്ചിമാർ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഒരു പൊളി വൈബാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ആളുകളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. നമുക്ക് ദൂരെ നിന്ന് അടുത്തുനിന്നും ഒക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരാറുണ്ട്. കല്ലാറിൻ്റെ തീരത്ത് മനോഹരമായൊരു ബാമ്പു ഹട്ടാണ് ഇവിടെ ഉള്ളത്. കുളിക്കാനൊക്കെ ഇതിലെ വഴിയുണ്ട്. അതിലെ കൂടെ താഴെ ആയിട്ട് ഇറങ്ങി കുളിക്കാൻ കല്ലാറാണ് ഇത്. ഇനി ഇവിടെ വരുന്നവർക്ക് വിശന്നിരിക്കേണ്ട ആവശ്യമില്ല. വർഷങ്ങളായി ഇവിടുത്തെ സഞ്ചാരികൾക്ക് അന്നമൂട്ടുന്നത് ഈ വനിതകളാണ്. ഞങ്ങൾ ഈ കട ഒരു 8 വർഷമായി തുടങ്ങിയിട്ട്. ഞങ്ങൾ 10 പേര് കൂടിയാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ അതിൽ 7 പേരായി. ബാമ്പു കെട്ടി താമസിക്കാൻ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ കടയിൽ നിന്നാണ് ആഹാരങ്ങളെല്ലാം അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. ഒരു കാര്യമുണ്ട്, നേരമിരുട്ടിയാൽ പരമാവധി ആരും ഈ വഴിക്ക് സഞ്ചരിക്കരുത്. വന്യമൃഗങ്ങൾ സ്ഥിരമായി വിഹരിക്കുന്ന മേഖലയാണിത്. വെള്ളവും വായുവും കാടും തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം. വനയാത്ര ആസ്വദിക്കാവുന്നവർക്ക് മാത്രം അടവി തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല വൈബുള്ള യാത്രയ്ക്ക് അടവിലേക്ക് വരാം. പക്ഷേ സൂക്ഷിക്കണം, കല്ലാറാണ്. പലപ്പോഴും ഇങ്ങനെ നന്നായി ഒഴുകണമെന്നില്ല. കുറച്ച് സംഹാര താണ്ഡവമാടാനും കല്ലാറിന് മടിയില്ല. ജിബിനും അനുവിളകളൂരിനും അഭിലാഷ് കൈതമണ്ണിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. യെസ്, അപ്പോൾ അതാണ് അടവിയിലെ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ അല്ലേ. ഈ കുട്ടവഞ്ചി അല്ലാതെ ഇത്രയും കാര്യങ്ങൾ അടവിയിലുണ്ട് എന്നത് ചിലർക്കൊക്കെ അറിയാം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ശ്രീതി സ്പെഷ്യൽ റിപ്പോർട്ട് ചെയ്തത്. ഒരുപാട് പേർ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നു. അതിനിടയിൽ ഒരുപാട് കമൻസ് ഈ പാട്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ന്യൂസിലാൻഡിലെ ഓക്ലൻഡിലുള്ള പത്മകുമാർ ചേട്ടനൊക്കെ പാട്ട് പാടാൻ പറയുന്നു. അങ്ങനെ ഒരുപാട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. അതിൽ നേരത്തെ നമ്മുടെ ഉറവപ്പാറ കണ്ടപ്പോൾ ഒരാൾക്ക് തോന്നിയൊരു പാട്ടുണ്ട്. നമ്മുടെ MTS പറഞ്ഞൊരു പാട്ട്, ചെമ്മാനം പൂത്തി. അത് ഞാൻ ജസ്റ്റ് പാടാം. ചെമ്മാനം പൂത്തി പുതുസിന്ദൂരം തൊട്ടി പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ, കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ, വഞ്ചിയണഞ്ഞടി കുയിലാളെ. അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പോവാണ്. കാടും പുഴയും മലകളും അതിരിടുന്ന പാണിയേലിപ്പോരിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഇവിടെ പ്രത്യേകിച്ചും കൊച്ചിയിൽ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റ് സംഘങ്ങൾ നിരന്തരം പോകുന്ന സ്ഥലം കൂടിയാണ് ഈ പാണിയേലിപ്പോര്. എറണാകുളം പെരുമ്പാവൂരിലാണ് ഈ പേരിൽ പോലും ഏറെ കൗതുകമുള്ള ഈ സ്ഥലമുള്ളത്. 1.5 കിലോമീറ്ററോളം വനപാതയിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടേക്ക് എത്താൻ എന്നുള്ളതും ആ യാത്രയുടെ ഒരു പ്രത്യേകത വർദ്ധിപ്പിക്കുന്നുണ്ട്. കാഴ്ചയിൽ അതിമനോഹരമെങ്കിലും പേടിപ്പെടുത്തുന്ന കഥകളുണ്ട് ഈ പാണിയേലിപ്പോരിന് പറയാൻ. അതുകൂടി നമുക്കറിയാം. ഇന്നത്തെ യാത്ര പാണിയേലിപ്പോരിലേക്കാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ചെറിയ ടിക്കറ്റ് നിരക്കുണ്ട്. ആ ടിക്കറ്റും എടുത്ത് ഈ കവാടം കടന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കണം പോര എന്ന് പറയുന്ന അത്ഭുത സ്ഥലത്തെത്താൻ. കയറി വരുമ്പോൾ കവാടത്തിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ചേച്ചി 3 പേർക്ക് ഉള്ള ടിക്കറ്റ്.
അപ്പം ഇതുപോലെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് പഞ്ച് ചെയ്തതിന് ശേഷം വേണം അകത്തേക്ക് കടക്കാൻ. കവാടം കടന്നു ചെല്ലുന്നത് ഇരുണ്ട വനപാതയിലേക്കാണ്. കല്ലുകൾ പാകിയെടുത്തു നിന്ന മണൽ പരപ്പിലേക്ക് എത്തുമ്പോൾ കാഴ്ചകൾ അടിമുടി മാറും. ഉൾക്കാട്ടിലൂടെയുള്ള യാത്രയുടെ അനുഭൂതി അവർണ്ണനീയമാണ്. ഇവിടെ ആനയൊക്കെ ഉണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ആനയുണ്ട്. ഈ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഇടയ്ക്ക് ഇറങ്ങി വരാറുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ആളുകളെ ആക്രമിക്കുന്ന സംഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. എന്തായാലും നടക്കാം. ഈ 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. നടന്നു നീങ്ങും തോറും കുത്തിയൊഴുകുന്ന പെരിയാറിൻ്റെ ശബ്ദം കാതുകളിലേക്കെത്തും. കാട്ടിലൂടെ ഒഴുകുന്ന നദി 3ആയി തിരിഞ്ഞ പാറക്കൂട്ടങ്ങളിൽ തട്ടി വലിയ ശബ്ദമുണ്ടാകുന്നുണ്ട്. പാണിയേലി പോരെന്ന പേരിനു പിന്നിലെ കഥയും ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. പേരിൻ്റെ സ്ഥലം പാണിയേലി. ആ വെള്ളച്ചാട്ടം നടക്കുന്ന സ്ഥലത്ത് 3 വഴികളിൽ കൂടി ഒരു സ്ഥലത്തേക്കാണ് വന്ന് സംഗമം. അപ്പോൾ വടക്കുന്ന് വരും, കിഴക്കുന്ന് വരും, തെക്കുന്ന് വരും. അപ്പോൾ 3 ഇങ്ങനെ കൂട്ടിയൊരു വെള്ളം കിടന്ന് പോരാണ്. ആ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. പേരിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. പണ്ടുകാലത്ത് മലയാറ്റൂരിലേക്കും കാലടിയിലേക്കുമൊക്കെ മരങ്ങൾ വെട്ടി തടി കൊണ്ടുപോയിരുന്നത് പെരിയാറിലൂടെ ചങ്ങാടങ്ങളിലാണ്. പാണിയേലിയിൽ ചങ്ങാടമെത്തുമ്പോൾ ഭീമൻ കല്ലുകളും കയങ്ങളും ചങ്ങാടത്തെ ഉലയ്ക്കും. തുഴച്ചിലുകാർ പെരിയാറിനോട് പോരടിച്ചാണ് ചങ്ങാടം നീക്കിയിരുന്നതത്രേ. പാണിയേലിയിലെ ആ പ്രദേശം പിന്നീട് പാണിയേലി പോരായി അറിയപ്പെട്ടെന്നും പറയപ്പെടുന്നു. വനപാതയിൽ കടകളോ കുടിവെള്ളമോ ഇല്ല. പകുതിയോളം എത്തുമ്പോൾ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്. ഊഞ്ഞാലുകളിൽ ആടി രസിക്കാം. ഈ ഏറുമാടത്തിൻ്റെ മുകളിലേ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പെരിയാറിൻ്റെ തന്നെ ഒരു ഗംഭീര വ്യൂ കിട്ടിയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തെന്നിക്കിടക്കുക, ഏണിയൊക്കെ മൊത്തത്തിലെടുത്ത് മാറ്റി വെച്ചിരിക്കാനോടെ കയറാൻ പറ്റില്ല. കാണാനിങ്ങനെ സുന്ദരമാണെങ്കിലും പാണിയേലിപ്പോരിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ചെറുതല്ല. കഴിഞ്ഞ കാലങ്ങളിൽ പാറക്കെട്ടുകളുള്ള കാണാക്കയങ്ങളിൽപ്പെട്ട് മരിച്ചത് 90ഓളം ആളുകളാണ്. അതിനുശേഷം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇപ്പോൾ ലൈഫ് ഗാർഡുകളുടെ നിയന്ത്രണത്തിലാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. പെരിയാറിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക, നമുക്ക് വെള്ളത്തിൽ എൻജോയ് ചെയ്യുക, ഇതാണ് മെയിനായിട്ടുള്ള. വെക്കേഷൻ അവധി സമയങ്ങളിലാണ് കൂടുതലും സഞ്ചാരികൾ ഇവിടെ വരുന്നത്. 2005 ഈക്കോ ടൂറിസം കേന്ദ്രമാക്കിയതു മുതൽ ലൈഫ് ഗാർഡാണ് TK ജോർജ് എന്ന പാണിയേലിക്കാരൻ. അധികം ആരും അറിയാത്ത പഴയ പോരിന്റെ മരണമുഖം ജോർജേട്ടന്റെ ഓർമ്മകളിലുണ്ട്. പാണിയേലി പോരിൽ പണ്ട് കാലത്ത് ഒത്തിരി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. 90 ആൾ വരെ മരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 7 കുറയാതെയും 12 കൂടാതെ എല്ലാ വർഷവും മരിക്കും. അങ്ങനെ വന്ന് 86 ആളായി കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയൊക്കെ നിയമസഭയിലൊക്കെ ചർച്ച ചെയ്തുണ്ടാക്കിയത്. 2014 കഴിഞ്ഞ പിന്നെ ഇവിടെ ഒരു മരണവും സംഭവിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ഗൈഡുകളെ നിയമിച്ച എല്ലാ ടോപ്പിൽ നിന്ന് കൃത്യമായിട്ട് നോക്കി ചെയ്യണ കാരണം ഇപ്പോൾ യാതൊരു ശല്യവുമില്ല. പ്രത്യേക പരിശീലനം ലഭിച്ച 38 ലൈഫ് ഗാർഡുകളാണ് സന്ദർശകർക്ക് സുരക്ഷയൊരുക്കുന്നത്. ആനയുൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യവും വനപാതയിലുണ്ട്. പക്ഷേ കണ്ണും കാതും കൂർപ്പിച്ച് ഗാർഡുകളുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? വന്യമൃഗങ്ങളുടെ ആനയുടെ മിക്ക ശല്യങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ആന അകലെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ അത് മനസ്സിലാക്കും. നമുക്കറിയാം ഇന്ന സ്ഥലത്താണ് വരുമോ, അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിയേച്ചാൽ മതി. അങ്ങനെ നടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഈ സ്ഥലത്താണ്. പക്ഷേ ഇതല്ല പാണേലിപ്പോര്. ഈ പാറക്കൂട്ടങ്ങൾക്കും അപ്പുറം കാണുന്ന സ്ഥലത്താണ് യഥാർത്ഥ പാണേലിപ്പോര് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഡിസംബർ മുതൽ മെയ് മാസം വരെ അവിടേക്കുള്ള പ്രവേശനം തുറന്നു കൊടുക്കുന്നതുമാണ്.
വെള്ളത്തിനപ്പുറം എത്തിയാൽ പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ കാണാം. വേനൽക്കാലത്ത് പാറക്കെട്ടുകൾക്കിടയിലൂടെ താൽക്കാലിക ചെറുപാലങ്ങളുണ്ടാകും. അവയിലൂടെ പോരിലെത്താം. 3 ദിക്കിൽ നിന്നെത്തുന്ന വെള്ളം തമ്മിൽ പോരടിക്കുന്നത് ആവോളം കണ്ടു രസിക്കാം. നമുക്ക് മഴക്കാലത്ത് പോകാൻ പറ്റില്ല, ബാക്കിയെല്ലാ സമയത്തും പോകാൻ പറ്റും. പുഴയിൽ വെള്ളം കൂടുന്ന സമയത്ത് അവിടേക്ക് പോകാൻ പറ്റില്ല. വെള്ളം കുറയുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. നിലവിൽ ഇവിടെ വരെ മാത്രമാണ് പ്രവേശനം ഉള്ളതെങ്കിലും ഇവിടെ വരെയുള്ള യാത്രയും ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളും അതിഗംഭീരമാണ്. അപകടരഹിതമായി വരിക പോവുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. പാണേലിപ്പോരിൽ നിന്നും BS രാഹുലിനും ഡയസിനുമൊപ്പം അശ്വിൻ പാലാഴി, 24. അപ്പോൾ കണ്ടല്ലോ പാണിയിൽപ്പോരിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് പ്രേക്ഷകർ പറയുന്നു. ഇപ്പോൾ സജിത് കുമാർ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറഞ്ഞാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ജലാശയങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷ കൂടി പറയണ്ടേ. നമ്മുടെ ഈ റിപ്പോർട്ടിൽ കൃത്യമായ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ലൈഫ് ഗാർഡ്സ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രം അത് കേട്ട് മാത്രമാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് വേണം പല ആൾക്കാരും ഇവിടെ എടുത്തു ചാടാന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ ഓരോ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ അപകട സാധ്യതകൾ എന്താണ്, അപകടമില്ലാത്ത മേഖല എന്താണ്, എങ്ങനെ പോകണം, അത്തരം കാര്യങ്ങൾ കൂടി ഈ റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി നമ്മുടെ പ്രതിനിധികൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായി പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറാമാനെയും അതോടൊപ്പം തന്നെ എഡിറ്റേഴ്സിനെയും ഒക്കെ പറയണം എന്ന് പറയുന്നത്. ഓരോ റിപ്പോർട്ടിൻ്റെയും അവസാനം എൻഡ് ലൈനിൽ അത് ആ ക്രെഡിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ആരാണ് ആ ദൃശ്യങ്ങൾ പകർത്തി, മനോഹരമായ ദൃശ്യങ്ങളാണ് അല്ലെ. സ്ഥലങ്ങളെ നമുക്ക് മനോഹരമായി തോന്നണമെങ്കിൽ അത് കൃത്യമായി പകർത്തണം. അത് ക്യാമറമാൻ്റെ എഫേർട്ടാണ്, അയാളുടെ കഴിവാണ്, അത് അപ്രീഷിയബിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നന്നായി എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സിൻ്റെ പേര് കൂടി ഓരോ റിപ്പോർട്ടിൻ്റെയും അവസാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. അപ്പോൾ ഒരു പുതിയ രാജാവിനെ പരിചയപ്പെടുത്തുകയാണ്. തീൻമേശയിലെ പുതിയ രാജാവാരെന്നല്ലേ. നാട്ടിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ മത്തിയാണ് ട്രെൻഡ്. കിലോയ്ക്ക് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന മത്തി ഇന്ന് കിട്ടാൻ 300 മുതൽ 400 രൂപ വരെ കൊടുക്കണം. ട്രോളിംഗ് നിരോധനം മാത്രമല്ല, കാലവർഷം തെളിച്ചതുകൂടിയാണ് മത്തിയുടെ ലഭ്യത കുറയാൻ കാരണം. എൻ്റെ പൊന്നുമത്തി, പിടിവാശിയൊക്കെ കളഞ്ഞ് താങ്കളൊന്ന് താഴേക്ക് ഇറങ്ങി വരണം എന്നാണ് ആൾക്കാർ അപേക്ഷിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും. പ്രിയപ്പെട്ട മത്തിയെ തേടിയാണ് റൈഡർ റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര. കാണാം. മീനിൻ്റെ ചെതുമ്പല് മണം പോലും ഇല്ലാതെ മലയാളി എങ്ങനെ ഒരു പറ്റ് ചോറ് തിന്നും? ആ ശീലം മാറുന്നത് ട്രോളിംഗ് നിരോധന കാലത്താണ്. സാധാരണ മലയാളിയുടെ വികാരമായ മത്തിയില്ലാത്ത കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല. എന്നാൽ അങ്ങനെ ഒരു കാലമാണിത്. സാക്ഷാൽ മത്തി എവിടെ? മത്തിയെ കണ്ടവരുണ്ടോ? ആ മത്തിയെ തേടിയാണ് നമ്മുടെ യാത്ര. ഏത് കാലത്തും മീൻ ലേലം വിളിച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് വിഴിഞ്ഞം ഹാർബർ. ട്രോളിംഗ് കാലത്തും ചെറുവള്ളങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇവിടെ സജീവമാണ്. ഇവിടെ മത്തിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടാനാണ് മത്തി? തലേന്നേ കടലിൽ പോയി പാതിരാ വെളുക്കുവോളും വലയെറിഞ്ഞ് കാവല് നിന്ന് കൊണ്ടുവരണം മീന്. ചെറുവള്ളങ്ങൾ കരയ്ക്കെത്തുമ്പോൾ ചുള വീശിയെറിഞ്ഞ് രൊക്കം പറഞ്ഞുറപ്പിക്കണ ലേലം വിളി. മത്തിയുണ്ട്, പക്ഷേ ചെറുതാണ്. കൊട്ടയ്ക്ക് 6000-7000 കൊടുക്കണം. നേരത്തെ 2000 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ മത്തി കുറവാണ് തീരത്ത്. കാലവർഷം കനത്ത് പെയ്യണം, എന്നാലേ മത്തി തീരത്ത് വരൂ. വളരെ മോശമാണ്, വളരെ മോശം. ഈ സമയത്തെല്ലാം ഒക്കെ കൊഞ്ച്, കണവ, വാളമീൻ, പിന്നെ ആവോലി എല്ലാം കിട്ടേണ്ട സമയത്താണ് ഒന്നുമില്ല. അതാ ഇവർക്ക് മാത്രം ഇതുപോലെ ഈ കുട്ടിച്ചൂര കിട്ടുന്നതുകൊണ്ട് കടപ്പുറം ഇങ്ങനെ പോകുന്നു. ഇവിടെ കൂടുതലും കുട്ടിച്ചൂരയാണ്. ഈ മത്തിയൊന്നും കിട്ടാനില്ല, ഒന്നുമില്ല, ഒരു വക മീനില്ല. മഴ പെയ്യേണ്ട സമയത്ത് മഴയൊന്നും പെയ്തില്ല. മഴ പിന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കുറച്ച് മഴ പെയ്തു. മഴയെല്ലാം നേരത്തെ പെയ്ത് കരയിലുള്ള വെള്ളം കടലിൽ ഇറങ്ങണം. ഇറങ്ങിയാലേ മീൻ കൂടുതലായിട്ട് കിട്ടും. കടൽ ഇതുവരെ ഇളകിയിട്ടില്ല, ഒഴുക്കുമില്ല. അങ്ങനെയാണ് കടൽ അത്ര ശാന്തമായിട്ടാണ് കിടക്കുന്നത്. എങ്ങനെയാണ് വർഷകാലം കിടക്കുന്നത്? 300, 500, 600, 10,000, 10,000, 10,000, 100, 100, 100, 200, 200, 300, 300, 500, 500, 600. പൊതുവിപണിയിൽ പൊള്ളുന്ന വില കാരണം ആളുകൾ നേരിട്ട് ഹാർബറിലേക്ക് എത്തുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്. ചൂരയും വാളയും മത്തിയൊക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അപേക്ഷിച്ച് മത്തിക്ക് പക്ഷേ വില കൂടുതലാണ്. നേരത്തെ 2000 മുതൽ 3000 വരെ ആയിരുന്നു കുട്ടയ്ക്ക്. ഇപ്പോൾ 6000-7000 ഒക്കെയാണ്. ഇത് മാർക്കറ്റിലെത്തുമ്പോൾ ഇതിൻ്റെ
വീണ്ടും വില കൂടും. ഇനി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ മത്തി വില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. ഇതാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മത്സ്യ മാർക്കറ്റുകളിലൊന്ന്, അമ്പലത്തറയിലെ കുമരിച്ചന്ത. ഇവിടെ കിട്ടാത്ത മീനുകളൊന്നുമില്ല. കന്യാകുമാരിയിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നും വിഴിഞ്ഞത്തുമൊക്കെ ഇവിടുന്ന് മീനെത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ അന്വേഷിച്ച ആളുണ്ടോ എന്ന് നോക്കാം. മത്തി. തിരുവനന്തപുരത്തെ പ്രധാന ഹോൾസെയിൽ മാർക്കറ്റാണ് കുമരിച്ചന്ത. തമിഴ്നാട്ടിൽ നിന്ന് മീൻ എത്തിത്തുടങ്ങിയെങ്കിലും മത്തി വില കാര്യമായി കുറഞ്ഞിട്ടില്ല. മത്തി കിട്ടാനുണ്ടോ? മത്തി കുറവാണ്. ഇല്ല, മത്തി വളരെ കുറവ്, നല്ല വില. ഞാൻ ഹോട്ടൽ നടത്തുന്ന ആളാണ്. എന്നാലും നമുക്ക് ഈ വില ആയാലും നമുക്ക് വാങ്ങിയല്ലേ പറ്റൂ. മത്തി നെയ് മത്തി ആയതുകൊണ്ടാണ് ഈ വില. ഇല്ലെങ്കിൽ മറ്റേ വാലം മത്തിയാണെങ്കിൽ വില കുറയും. നെയ് മത്തിയാണ്. അവിടുത്തെ വില 280 രൂപ വില. അതാണ് 300-325 രൂപ ഇവിടെ കൊടുക്കുന്നത്. ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ചെറുകിട കച്ചവടക്കാർ മീൻ വാങ്ങി പുറത്ത് വിൽക്കുമ്പോൾ പിന്നെയും വില കൂടുന്നു. പക്ഷേ അവർക്ക് കാര്യമായ മെച്ചമില്ല. മക്കളെ, ഇത് 1 കിലോ 300 രൂപ, 2 കിലോ 600 രൂപ. ഞങ്ങളിത് എങ്ങനെ വിത്ത് മുതലാക്കും? ഇവിടെ ഇങ്ങനെ തരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം? ഈ 350 രൂപയ്ക്ക് എത്ര മത്തി കിട്ടും 1 കിലോ? ദാരിദ്ര്യകാലത്ത് പോഷകവും പ്രോട്ടീനും ഒന്നും ഇല്ലാത്ത പാവങ്ങൾക്ക് മത്തിയായിരുന്നു ദൈവം. മത്തി മക്കളെ പോറ്റി എന്ന പഴഞ്ചൊല്ല് പോലും ഉണ്ടായത് അങ്ങനെയാണ്. സാധാരണക്കാരുടെ തീന്മേശയിൽ മുളകിൽ മുങ്ങിയും എണ്ണയിൽ വരണ്ട് മുക്കി ഞെളിഞ്ഞു നിന്ന മത്തി ഇന്ന് പക്ഷെ ഒരു VIP ആയി മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും VS മനീഷിനും അഭിലാഷ് തിരുവങ്കോടിനും രാഹുലിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. അപ്പോൾ അജീഷിനെ പോലെ ഞാനൊരു മത്തി ലവറാണ്. എത്ര പേര് നമ്മുടെ പ്രേക്ഷകരിൽ മത്തി ലവേഴ്സ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഏത് മത്തിക്കും ഒരു നല്ല കാലം വരുമെന്ന് ജിയോ ചിരാൻ പറയുന്നു. അതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നു ജിയോ ചിരാൻ. അങ്ങനെ ഒരുപാട് പേർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ മത്തിയുടെ വില കുറയട്ടെ, നമുക്ക് പ്രാപ്യമായൊരു വിലയിലേക്ക് മത്തി എത്തട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. അപ്പോൾ ഇന്നത്തെ റാഡിയോ റിപ്പോർട്ട് പൂർത്തിയാവുകയാണ്.